ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊടൈക്കനാൽ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഉള്ള മോർണിംഗ് വ്യൂ ആണ് കാണിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇന്നും പോകുന്നത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് ലേക്കിലെ കാഴ്ചകളിലേക്ക് പോകാം. അതിനുമുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മളവിടെ നിന്ന് രാവിലെ ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ ലേക്കിൻ്റെ അവിടുത്തെ പർച്ചേസിങ് ഏരിയാസാണ് ഈ കാണുന്നത്. അവിടെ തന്നെ നമുക്ക് ലേക്കിൽ നടുക്ക് ഒരു ഫൗണ്ടെയിൻ വാട്ടറിൻ്റെ ഫൗണ്ടെയിൻ കാണാം. ആ വീഡിയോ ആണ് ഈ കാണുന്നത്. കൊടൈക്കനാലിലെ ഒരു ഒട്ടുമിക്ക എല്ലാവരും വരുന്ന ഒരു സ്പോട്ടാണ് കൊടൈക്കനാൽ ലേക്കിൽ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ലൊരു അനുഭവമാണ്. നമ്മളും ബോട്ടിങ്ങിൽ കയറിയായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ 4 പേർക്കുള്ള ബോട്ടും ഉണ്ട്, 2 പേർക്കുള്ള ബോട്ട്, അങ്ങനെ പല പല ബോട്ടുകളാണ് അവിടെ അവൈലബിൾ ഉള്ളത്. 20 മിനിറ്റ് അങ്ങാണ്ടുമാണ് സമയം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാം. അങ്ങനെ ഞങ്ങളും ബോട്ടിൽ കയറി ബോട്ടിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫൗണ്ടെയിനാണ്. അവിടെ നിന്ന് വെള്ളം ചീറ്റുന്നുണ്ടല്ലേ, അതിൻ്റെ വേറൊരു ഫൗണ്ടെയിനാണ്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, ഈ പറഞ്ഞ ബോട്ടിങ്ങൊക്കെ പോകാൻ. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, കൊടൈക്കനാൽ എന്നല്ല, പല പല സ്ഥലത്തും ലേക്കിൽ പോയാലും ബോട്ടിങ് കിട്ടും. എൻജോയ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു അങ്ങനെ നമ്മളും തിരിച്ച് ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് അടുപ്പിക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുകയാണ്. അവിടെ ഒരു താറാവ് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം വീണ്ടും തിരിച്ച് ലേക്കിൻ്റെ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ഏരിയയിൽ നമുക്ക് ഷോപ്പിങ്ങിൻ്റെ അതും കൂടി കണ്ടിട്ടൊക്കെ വരാം എന്ന് വെച്ച് ലാസ്റ്റ് ഘട്ട ഷോപ്പിംഗ് പോയി ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടമാണ്, സിൽവർ കസാഡ എന്നാണ് പേര്. വന്നപ്പോഴും ഈ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു, പക്ഷെ അപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി.
അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയ വഴിയിലുള്ള ഒരു ഹെയർ പിൻ വളവുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇതാ കാണുന്നത് ഇതൊരു ഡാമിൻ്റെ ഇതായിരുന്നു, റിസർവോയറാണ് ആ കാണുന്നത്. ഡാമിൻ്റെ പേരും കറക്റ്റ് അറിയാവുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ല ബ്യൂട്ടിഫുൾ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.